ആശുപത്രി അധികൃതർ തന്റെ പൂച്ചയെ ബോധപൂർവം കൊലപ്പെടുത്തുകയാണെന്നും വളർത്തുമൃഗമുള്ളവർ ഈ ആശുപത്രിയിൽ പോകരുത് എന്നും അദ്ദേഹം തന്റെ കുറിപ്പിൽ ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇങ്ങനെയാണ്. വെളിപ്പെടുത്തൽ യാഥാർത്ഥ്യം. നാദൃശ്യയുടെ പരാതി തുടർന്ന് കേസിന്റെ നിജസ്ഥിതി അറിയുന്നതിനായി പൂച്ചയുടെ മൃതദേഹം ജില്ലാ വെറ്റിനറി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോവുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പാലാരിവട്ടം പോലീസിന് കൈമാറുകയും ചെയ്തു. ഈ റിപ്പോർട്ടിലെ കണക്കുകൾ കൊണ്ടാണ് നാദൃശ്യയുടെ ആരോപണങ്ങളെ പൂർണ്ണമായി നിഷേധിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം പൂച്ചയുടെ മരണം ഹൃദയാഘാതം മൂലമാണെന്നാണ് സ്ഥിരീകരിച്ചത്. പൂച്ചയ്ക്ക് നേരത്തെ നിലവിലുണ്ടായിരുന്ന ചില അസുഖങ്ങളും മരണത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നാദൃശ്യ ആരോപിച്ചതുപോലെ പൂച്ചയെ ജീവനക്കാർ വലിച്ചിഴച്ചു കൊണ്ടുപോയതിന്റെ ഒരു തെളിവും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടിട്ടില്ല എന്നും പറയുന്നു. പൂച്ചയുടെ കഴുത്തിൽ വലിഞ്ഞു മുറുകിയ പാടുകളോ മറ്റു മുറിവുകളോ ഒന്നും തന്നെ ഇല്ല എന്നും റിപ്പോർട്ടിൽ പ്രത്യേകം വെളിപ്പെടുത്തുന്നുമുണ്ട്. ഇത് ജീവനക്കാർക്ക് പൂച്ചയോട് ക്രൂരമായി പെരുമാറി എന്ന നാദൃശ്യയുടെ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നു. അതേസമയം ആശുപത്രി അധികൃതരുടെ നിലപാടും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത്യന്തം തെളിവുകളോടെ സംഭവം നടന്നതു മുതൽ തങ്ങൾ യാതൊരു പിഴവും സംഭവിച്ചിട്ടില്ല എന്ന നിലപാട് ശക്തമായി ഉയർത്തുകയാണ് എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ അധികൃതർ. പൂച്ചയെ മയക്കുന്നതിനിടെ ഹൃദയാഘാതം ഉണ്ടാകുകയായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതരും അതേ നേരം തന്നെ വ്യക്തമാക്കിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവരുടെ വാദങ്ങളെ ശരിവെക്കുന്നതും ആശുപത്രിയുടെ നിരപരാധിത്വം തെളിയിക്കുന്നതുമായി മാറിയിരിക്കുകയാണ്.